ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വുമൻസ് വാർ ഗെയിം മാച്ചിന്റെ ഒരു സെഗ്മെന്റ് ആണ് നടന്നത്. ടീം റിയ റിപ്ലി, ടീം ലീവ് മോർഗൻ ഇവർക്ക്. അപ്പോൾ ഈ സെഗ്മെന്റിൽ റിയ റിപ്ലി ടീം മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് സർവൈവൽ സീരീസിൽ ലീവ് മോർഗൻ ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് റിയ റിപ്ലി ടീം വിൻ ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ്. പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലീവ് മോർഗൻ അവിടെ വന്നതിന് ശേഷം ഇവരോട് പറയുന്നുണ്ട് സർവൈവൽ സീരീസിൽ ലീവ് മോർഗൻ ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നും നിങ്ങളുടെ ടീമിൽ പ്രശ്നങ്ങൾ വന്നേക്കാം, അതുപോലെ നിന്റെ മുഖം പിടിച്ച് വീണ്ടും ഞാൻ ആ ഒരു സ്റ്റീൽ കേജ് മാച്ചിൽ വെച്ച് അറ്റാക്ക് ചെയ്ത് നിനക്ക് വീണ്ടും ഇഞ്ചുറീസ് എല്ലാം വരുത്തുമെന്നൊക്കെ റിയ റിപ്ലിയോട് ലീവ് മോർഗൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നയ ജാക്സ്, മുൻപ് ബെയ്ലി, ഇയോ സ്കൈ ഇവരെല്ലാം ചേർന്ന് ബിയാങ്ക ബെലറെ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി. അതായത് ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയോ സ്കൈയും ബെയ്ലിയും കാരണം നിങ്ങൾ തോൽക്കും ഈ ഒരു ലെവലിലെല്ലാം. അതുപോലെ തന്നെ ജേറ്റ് കാർഗിലിനെ അറ്റാക്ക് ചെയ്തത് ബെയ്ലിയാണ്, ബെയ്ലിക്ക് ഈ മാച്ചിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്ന ലെവലിലും നയ ജാക്സ് ഈ സെഗ്മെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ലീവ് മോർഗൻ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചുകൊണ്ട് റിങ്ങിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഇവരെ കളിയാക്കിക്കൊണ്ട് തിരികെ പോകുന്ന സമയത്ത് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ലീവ് മോർഗൻ ടീമിനെ അറ്റാക്ക് ചെയ്തു. അതായത് റിയ റിപ്ലി ടീം മൊത്തത്തിൽ. ശേഷം സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റി ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. ഈ സെഗ്മെന്റ് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സെഗ്മെന്റിൽ നയോമി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് നയ ജാക്സ് സർവൈവൽ സീരീസ് വാർ ഗെയിം മാച്ച് കഴിഞ്ഞ് വരുമ്പോൾ നയ ജാക്സിന്റെ കൂടെയുള്ള ഫ്രണ്ട് ഉണ്ടാവില്ല എന്ന ടൈപ്പിൽ ഈ സെഗ്മെന്റിൽ സംസാരിച്ചിരുന്നു. ഒരു പക്ഷേ ഇനി ടിഫനി സ്റ്റാറ്റൻ മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യും, അതാണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല. അപ്പം മൊത്തത്തിൽ ഈ സെഗ്മെന്റ് നന്നായിട്ടാണ് തോന്നിയത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ആൻഡ്രായ്ഡെ ഫോഴ്സസ് ഷിൻസ്കെ നാക്കമോറ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, ഇനി ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ലേ എന്നൊക്കെ നമ്മൾ മാച്ച് കണ്ട സമയത്ത് ചിന്തിച്ച് കാണും. അതായത് ആൻഡ്രായ്ഡനെ ക്ലീൻ ആയിട്ട് തോൽപ്പിക്കുമോ ഈ ഒരു ടൈപ്പിലെല്ലാം. എന്നാൽ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ സംഭവിച്ചത് ആൻഡ്രായ്ഡെ ഷിൻസ്കെ നാക്കമോറയെ റിംഗ് സൈഡിൽ വെച്ചുകൊണ്ട്, അതായത് റിംഗ് കോർണറിൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ നാക്കമോറ റിംഗ് കോർണറിൽ കവറിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഊരിക്കളയുന്നതായിട്ടും അതിന് മുകളിലേക്ക് ആൻഡ്രായ്ഡെ ചെന്ന് ഇടിച്ച് വീഴുന്നതായിട്ടും പിന്നീട് നാക്കമോറ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ നാക്കമോറയാണ് വിൻ ചെയ്തത്. ശേഷം യുണൈറ്റഡ് ചാമ്പ്യൻ LA നൈറ്റ് അവിടെ വന്ന് നാക്കമോറയെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും LA നൈറ്റിൻ്റെ മുഖത്തേക്ക് ഒരു ബ്ലാക്ക് മിസ്റ്റ് ചെയ്തുകൊണ്ട് നാക്കമോറ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നെ ഇതെല്ലാം LA നൈറ്റിനുള്ള നാളത്തെ ഒരു മെസ്സേജാണ് എന്ന ടൈപ്പിലാണ് നാക്കമോറ അവിടെ നിന്നും പോയിട്ടുള്ളത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കാവ, ജേക്കബ് ഫോർട്ട് എല്ലാം ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്മാക്ക് ഡൗൺ GM നിക്ക് ആൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന ജെയ്യൂസോടെ കൂടെയുള്ള മെയിൻ ഇവന്റ് മാച്ചിൽ, അതായത് സർവൈവൽ സീരീസ് അഡ്വാൻറ്റേജ് മാച്ചിൽ നിങ്ങൾ ആരും റിംഗ് സൈഡിൽ വരാൻ പാടില്ല എന്ന്, അതായത് ജേക്കബ് ഫോർട്ടിൻ്റെ കൂടെ ആരും വരാൻ പാടില്ല എന്നൊക്കെ. പിന്നീട് സോളോ സിക്കാവ ടീം ഞങ്ങൾക്കത് മനസ്സിലായി, ഞങ്ങളത് മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിക്ക് ആൾഡേഴ്സിൻ്റെ ഈ ഒരു ഡീലിന് സമ്മതിക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അതിനുശേഷം മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ DIY ടീമിൻ്റെ സെഗ്മെൻറ്റ് കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെൻറ്റിലും ടൊമാസ സിയമ്പ ജോണി ഗർഗനയോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ചത്തെ സമയം ജോണി ഗർഗനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ ടൊമാസ സിയമ്പ തൻ്റെ വഴി നോക്കി പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ടുള്ള കാരണം മോട്ടോസിറ്റി മെഷീൻ ഗൺസ് ടീം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇവർക്ക് കൊടുക്കാത്തതുകൊണ്ടും ജോണി ഗർഗന അവരുടെ കൂടെ ഫ്രണ്ട്സ് ആയതൊന്നും ടൊമാസ സിയമ്പയ്ക്ക് ഇഷ്ടമാകാത്തത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്ന മാച്ച് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് കാർമെലോ ഹേയ്സ് ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഡി റോഡ്സ് കാർമെലോ ഹേയ്സിന് കോഡി കട്ടറും അതുപോലെ തന്നെ ക്രോസ് റോഡ് ഫിനിഷിംഗ് മൂവ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണം, കാർമെലോ ഹേയ്സ് കോഡി കട്ടർ വാങ്ങിച്ചതും ക്രോസ് റോഡ് ഫിനിഷർ സെല്ല് ചെയ്തതെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം റോമൻ റെയിൻസ്, പോൾ ഹേമൻ, CM പങ്ക് ഇവരുടെ സിനിമ സ്റ്റൈലിൽ ഒരു വീഡിയോ സെഗ്മെൻറ്റ് കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെൻറ്റ് നോക്കുന്ന സമയത്ത് വേറെ ലെവൽ സെഗ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സെഗ്മെൻറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റോമൻ റെയിൻസ്, പോൾ ഹേമൻ അവിടെ ഇരിക്കുന്നതായിട്ടും ശേഷം റോമൻ റെയിൻസ് ഒരുപാട് സമയമായി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ നോക്കും. അതായത് CM പങ്കിന് വേണ്ടിയൊക്കെ
ഞാൻ കാത്തിരിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ എണീറ്റ് പോകാൻ നോക്കുമ്പോഴേക്കും CM പങ്ക് അവിടെ വന്നുകൊണ്ട് പറയുന്നത് എനിക്കധികം സമയമില്ല, നമ്മൾക്ക് സംസാരിക്കാം, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. പിന്നീട് ഇവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ റോമൻ റെയിൻസ് CM പങ്ക് വൈകി വന്ന കാര്യത്തെപ്പറ്റി പറയാൻ നോക്കുമ്പോൾ CM പങ്ക് പറയുന്നുണ്ട് ഞാൻ നിനക്കായിട്ടൊന്നുമല്ല ഇവിടെ വന്നത്, പോൾ ഹേമന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന്. പിന്നീട് CM പങ്കിനോട് റോമൻ പറയുന്നുണ്ട് എനിക്ക് അല്ലെങ്കിൽ നിന്റെ സഹായമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ. അപ്പോൾ CM പങ്ക് പറയുന്നുണ്ട് നീ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, പക്ഷെ നീ മനസ്സിലാക്കണം ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്, പോൾ ഹേമന് വേണ്ടിയിട്ടാണ് എന്ന് റോമനോട് വീണ്ടും പറഞ്ഞു. ശേഷം ഇവർക്ക് തമ്മിൽ ഇങ്ങനെ തർക്കം വരാൻ പോകുമ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട് റെസ്ൽമേനിയ കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച, അതായത് സ്മാക്ക് ഡൗൺ നടക്കുന്ന അന്നാണ് നമ്മളെ എല്ലാവരെയും സോളോ സിക്കാവ ചെക്ക് വെച്ചത്, അതായത് നിയന്ത്രിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഈ ഒരു സർവൈവർ സീരീസ്, അതായത് നാളത്തെ മാച്ച് നമ്മൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നാളത്തെ മാച്ച് വിൻ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ CM പങ്ക് പറയുന്നുണ്ട് പോൾ ഹേമന് ഞാൻ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നു, തിരിച്ച് പോൾ ഹേമനും എനിക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യും എന്നൊക്കെ. എന്നിട്ട് അവിടെ നിന്നും CM പങ്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസ് ചോദിക്കുന്നുണ്ട് എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ പോൾ ഹേമൻ പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് സർവൈവർ സീരീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം എന്നാണ്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്പാർക്ക് പോലെയാണ് ഈ സെഗ്മെൻറ്റ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും നല്ല സെഗ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. ഇനി CM പങ്കിൻ്റെ മാനേജറായിട്ട് എങ്ങാനും പോൾ ഹേമൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അതിനുശേഷം വുമൺസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പിൾ ത്രെഡ് മാച്ച്, അതായത് ടൂർണമെൻറ്റ് മാച്ച്, പൈപ്പർ നിവിൻ, ലാഷ് ലെജൻഡ്, മിച്ചിൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ചെൽസി ഗ്രീൻ മിച്ചിനെ എല്ലാം റിംഗ് സൈഡിൽ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫാബ് വന്നുകൊണ്ട് ചെൽസി ഗ്രീൻ അറ്റാക്ക് ചെയ്ത് ബാക്ക് സ്റ്റേജിലോട്ടെല്ലാം പോയിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാഷ് ലെജൻഡ് പൈപ്പർ നിവിന് ഫിനിഷർ കൊടുത്ത് പിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് മിച്ചിൻ ഇവരുടെ മേലേക്കെല്ലാം ജമ്പ് ചെയ്ത് പൈപ്പർ നിവിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ മിച്ചിനാണ് വിൻ ചെയ്തത്. അതിനുശേഷം US ചാമ്പ്യൻ LA നൈറ്റിനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പം നാക്കമോറ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെയാണ് അവിടെ സംസാരിച്ചത്. ഈ സെഗ്മെൻറ്റിൽ LA നൈറ്റ് പറയുന്നുണ്ട് നാക്കമോറനെ തോൽപ്പിച്ചുകൊണ്ട് താൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റ് മാച്ചായി നടന്നത് സർവൈവർ സീരീസ് അഡ്വാൻറ്റേജ് മാച്ചാണ്. ഈ മാച്ച് നടന്നത് മെയിൻ ഇവന്റ് ജെയ് യുസോ വേഴ്സസ് ജേക്കബ് ഫർട്ടു ഇവർക്കാണ്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ബാക്ക് സ്റ്റേജിലും നിക്കാൾഡിൻസ്, സാമി സെയിൻ, ഉസോസ് ഇവരോട് പറഞ്ഞത് ഈ മാച്ച് നടക്കുന്ന സമയത്ത് ഇവരോ റിംഗ് സൈഡിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഈ മാച്ച് നടന്നത്. മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് ജേക്കബ് ഫർട്ടുവിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിൻ്റെ പകുതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ കമന്ററി ടേബിളിൻ്റെ അവിടെയെല്ലാം പോയി ഫൈറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്കെല്ലാം ജെയ് യുസോ ജേക്കബ് ഫർട്ടുവിനെ ഒരു സൂയിസൈഡായി പോലെയെല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെയ് യുസോ റിങ്ങിൽ വെച്ച് ഒരു സ്പിയർ ജേക്കബ് ഫർട്ടുവിന് കൊടുത്ത് ശേഷം ഫിനിഷറും കൊടുത്തു. എങ്കിലും ജേക്കബ് ഫർട്ടു അത് കിക്ക് ഔട്ട് ചെയ്തു. അവസാനത്തിൽ അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്ക് ജെയ് യുസോനെ ഒരു സമൗണ്ട് ഡ്രാപ്പ് ചെയ്ത് പിന്നീട് റിങ്ങിൽ കൊണ്ടുവന്ന് ഫിനിഷറും അതിനുശേഷം മോൺസോൾട്ടും ചെയ്ത് ഈ മാച്ചിൽ ജേക്കബ് ഫർട്ടു ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സോളോ സിക്കാവയെല്ലാം വന്നുകൊണ്ട് അഭിനന്ദിക്കുന്നതായിട്ടും ജെയ് യുസോ വിഷമിച്ച് നിൽക്കുന്നതായിട്ടും കാണിച്ചു. അപ്പോൾ ഇതാണ് സ്മാക്ക് ഡൗണിൻ്റെ മെയിൻ ഇവൻ്റായി നടന്നത്. അപ്പോൾ ഈ മാച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ടുള്ള കാരണം ആരും വരാതെ ഈ മാച്ച് ക്ലീൻ ആയിട്ടാണ് നടന്നിട്ടുള്ളത്, അതാണ്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ കൂടെ ടാപ്പ് ചെയ്ത ഷോയാണ് ലൈവായി ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.